ഹോർമൂസ് കടലിടുക്ക് അടച്ചു. ഇനി ലോകത്തിന്റെ ഗതി എന്താവും? വലിയ പ്രതിസന്ധി ആയിരിക്കുമോ? അതിന് ഉത്തരം പറയുന്നതിന് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. ഇപ്പം 1 ലിറ്റർ പെട്രോൾ എത്ര രൂപയ്ക്കാണ് ബൈക്കിനടിക്കുന്നത്? 108, 108. 107, 105, 5 മുതൽ 10 വരെയും വരാം. കേരളത്തിൽ അങ്ങോട്ടും മാറുമല്ലോ. ഒരു 305 രൂപയ്ക്ക് അടിക്കേണ്ടി വന്ന സന്തോഷമാവുമോ? വലിയ പ്രയാസമാവും. അത് തന്നെയാണ്. ഇതാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി. അതായത് ഈ ലോകത്തിൻ്റെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ലോകത്തിൻ്റെ വിതരണം ചെയ്യുന്ന എണ്ണയുടെ ഒരു 20 to 30% ഗൾഫിന് പുറത്തേക്ക് പോകുന്നത് ഹോർമൂസ് കടലിൽ കൂടെയാണ്. പക്ഷേ ഏഷ്യൻ മേഖലയ്ക്ക് വരുന്ന 80% വരുന്നത് ഹോർമൂസിൽ കൂടെയാണ്. മറ്റു പല സ്ഥലത്തേക്ക് മറ്റു പല രീതിയിലുള്ള കച്ചവടങ്ങൾ വേറെ റൂട്ടിൽ കൂടെ പോകണമുണ്ട്. അപ്പോൾ ഈ ഹോർമൂസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ മേഖല ഉണ്ടല്ലോ, ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, പിന്നെ നമ്മുടെ അവിടെ നിന്ന് കിഴക്കോട്ട് കിടക്കുന്ന എല്ലാ രാജ്യങ്ങളും, അങ്ങ് ഓസ്ട്രേലിയയും സിംഗപ്പൂരും ന്യൂസിലാൻഡും ജപ്പാനും ചൈനയും കൊറിയയൊക്കെ അടങ്ങുന്ന വലിയൊരു മേഖലയിലേക്ക് പോകുന്ന എണ്ണയുടെ 80% ഹോർമൂസിൽ കൂടെയാണ്. അപ്പോൾ ഹോർമൂസ് അടഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് മൊത്തം ഏഷ്യൻ രാജ്യങ്ങളെ മാത്രമല്ല, വിലക്കയറ്റം, പണപ്പെരുപ്പം, സാമ്പത്തിക അസ്ഥിരത, സാമ്പത്തിക മാന്ദ്യം, ഇതെല്ലാം സൃഷ്ടിക്കാൻ ഇത് മാത്രം മതി. അതായത് ലോകത്തെ ഏറ്റവും നിർണായകമായൊരു സ്ഥലമാണ് ഈ ഹോർമൂസിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ. ബേസിക്കലി ഇറാനും ഒമാനും പിന്നെ UAE ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണെങ്കിലും നമ്മൾ പൊതുവിൽ ഇറാനെയാണ് കാണുന്നത്. ഇറാന് നേരിട്ട്, കാരണം അതിൻ്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് ഇറാൻ്റെ തൊട്ടടുത്തായിരിക്കുന്നത്. അവിടെ മൊത്തം വീതി, ഏറ്റവും കുറഞ്ഞ വീതി, ഈ കടലിൽ കൂടിയ വീതി എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ കുറഞ്ഞ വീതിയുള്ള സ്ഥലം കൂടെ കടന്നു വേണ്ടേ വെളി വരാനായിട്ട്. കുറഞ്ഞ വീതി 33 കിലോമീറ്ററേ ഉള്ളൂ. 33 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ 2 ചെറിയ ടൗണുകൾ തമ്മിലുള്ള അകലം എന്ന് പറയാം. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എഫക്റ്റീവ് ഡിസ്റ്റൻസ് ഒരു കപ്പൽ പോകാൻ 33 കിലോമീറ്ററിൻ്റെ എൻഡിൽ കൂടെ പോകാൻ പറ്റില്ല, അത് തീരമാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഏതാണ്ട് ഒരു 17 കിലോമീറ്ററുള്ള സ്ഥലത്തൂടെ ആയിരിക്കും, ഏറ്റവും ആഴം കൂടിയ ഭാഗത്തൂടെ ആയിരിക്കും കപ്പൽ പോകുന്നത്. അവിടെയാണ് കപ്പൽച്ചാലുള്ളത്. ഈ കപ്പൽച്ചാലിനായിട്ട് 3 കിലോമീറ്റർ വീതം വീതി ഇട്ടിട്ടുണ്ട് നടുഭാഗത്ത്. അതിൽ കൂടെ വേണം കപ്പൽ പോകാൻ. എന്ന് പറയുമ്പം ഇറാൻ്റെ തീരത്തുനിന്ന് ഒരു കപ്പലിലേക്കുള്ള ദൂരം 17 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ആലുവെന്ന് പെരുമ്പാവൂർക്കുള്ള ദൂരമേ ഉള്ളൂ. ഇത് വളരെ ചെറിയ ദൂരമാണ്. ഒരു മിസൈലുകളുടെ റേഞ്ചൊക്കെ എത്രയാണ്? 200, 300, 400 അത്രേ ഉള്ളൂ. അത്രയും ചെറിയൊരു ദൂരത്ത് ഇത് പോകുമ്പം നമ്മുടെ ബോഫോഴ്സ് ഒക്കെ പോലും 10-40 കിലോമീറ്റർ കണ്ട് കൊണ്ടു പോകും. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു യുവന്മാർക്ക് റഡാർ വെച്ചോ ചിലപ്പോൾ ബൈനോക്കുലർ വെച്ചോ പോലും കണ്ടിട്ട് അടിക്കണം എന്ന് തോന്നി അടിക്കാം. ഏത് രാജ്യത്തിൻ്റെ ഒന്നും മനസ്സിലാവും, അത് ആരുടെ രജിസ്ട്രേഷനിലുള്ള ഏത് കപ്പലാണ് പോകണമെന്ന് മനസ്സിലാവും. UK ഒരു ഷിപ്പ് അടിച്ചെന്നാണ് പറയണത്. എന്തായാലും സംഭവം പ്രശ്നമാണ്. ഹോർമൂസിലേക്ക് കയറി വരുന്ന ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിനെ പോലും അവർക്ക് തകർക്കാൻ പറ്റും. എണ്ണക്കപ്പലിൻ്റെ കാര്യം പറയണ്ട, അതിന് വലിയ പ്രതിരോധങ്ങളില്ലല്ലോ. ഇനി എങ്ങാനും ഒരു എണ്ണക്കപ്പൽ ഈ കപ്പൽച്ചാലിൽ മുങ്ങിയ ഏറ്റവും വലിയ പ്രശ്നം കപ്പൽച്ചാലിൽ കപ്പൽ മുങ്ങിയാൽ ആ റൂട്ട് പിന്നെ ആ കപ്പലെടുത്ത് മാറ്റണം വരെ പ്രശ്നമാകും. അത് യുദ്ധം തീർന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല, കാരണം മുങ്ങിപ്പോയാൽ വലിയ വിഷയമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹോർമൂസ് അടയുന്നു ഇല്ല അടച്ചു എന്നുള്ളത്. ഈ അടയാൻ വേണ്ടി അവിടെ ആരും കൊണ്ട് ഗേറ്റ് വെച്ച് ക്ലോസ് ചെയ്യൊന്നും വേണ്ട. ഇങ്ങനെ യുദ്ധം തുടങ്ങിയത് തന്നെ അടയുകയാണ്. കാരണം ഏതെങ്കിലും ഒരു രാജ്യം വിശ്വസിച്ച് അതിൽ കൂടെ സ്വന്തം കപ്പൽ വിടുമോ? ഇനി ഇറാൻ്റെ ഏറ്റവും വലിയ സഖ്യേക്ഷിയാണെങ്കിൽ പോലും നടക്കില്ല. തെറ്റിദ്ധാരണ പുറത്ത് ഒരു പീരങ്കി ഉണ്ട വന്നാൽ മതി, അത് ഇരില്ല ഒരു മിസൈൽ, ഒരു ഡ്രോൺ വന്നാൽ മതി. അതുകൊണ്ട് ആർക്കും വിശ്വസിച്ച് അതിൽ കൂടെ ഒരു ഷിപ്പ് കടത്താൻ പറ്റില്ല. എല്ലാവരും ഇപ്പോൾ നിർത്തിവെക്കും. ഇനി ഏറ്റവും പ്രതിസന്ധി എന്ത് പ്രതിരോധമൊക്കെ ഉണ്ടാക്കി നമ്മൾ കൊണ്ടുപോകുന്നു വെച്ചാലും ഈ കപ്പലുകൾക്കൊക്കെ ഒരു കാര്യമുണ്ട്, വിമാനത്തിനും കപ്പലിനൊക്കെ ഇൻഷുറൻസ് ഒരു പരിപാടിയുണ്ട്. ഇൻഷുറൻസ് കമ്പനികൾ സമ്മതിക്കത്തില്ല. അവർ പ്രീമിയം ഈ സമയത്ത് വല്ലാണ്ട് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റത്തവണത്തെ പ്രീമിയം തന്നെ ഒരു ഷിപ്പിൻ്റെ വിലയിലാണ് അത്രയും അവർ ഈടാക്കും. ഈ സമയത്ത് പോകാൻ തയ്യാറായ ഒരു രക്ഷ ഉണ്ടാവില്ല. വിമാനത്തിൻ്റെ സ്ഥിതി ഇതുപോലെ തന്നെയാണ്. അവിടെ പറക്കുന്ന യാത്രാവിമാനങ്ങൾക്ക് പോലും ഈ സമയത്ത് വിമാനത്തിൻ്റെ ഇൻഷുറൻസ് പറയുന്നത് ഇൻഷുറൻസ് കമ്പനികൾ വല്ലാണ്ട് കൂടും. കാരണം എന്താ? ഒരു ഗ്യാരണ്ടി ഇല്ല, സമയം മോശമാണ്, ഹൈ റിസ്ക്കാണ്, ഒന്നും ഒരു തരത്തിലും പറ്റത്തില്ല. അപ്പം ഹോർമൂസിന് മുകളിൽ കൂടെ തന്നെയല്ലേ ഇറാൻ്റെ ഡ്രോണും മിസൈലും ഒക്കെ പറന്നു പോകണത്. അവിടെ വിമാനത്തിനും പോകാൻ പറ്റില്ല, കപ്പലിനും പോകാൻ പറ്റത്തില്ല. ഈ ഒരു പ്രശ്നം വരും എന്നുള്ളത് ഈ ലോകത്ത് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമുള്ള എല്ലാവരും പലതവണ പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഈ യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടി ഇങ്ങനെ വന്ന സമയത്ത് പലരും പറഞ്ഞിരിക്കുന്നതാണ് കുഴപ്പമുണ്ടാവും. ഇറാൻ എന്തും ആയിക്കോട്ടെ, അവരവരുടെ രാജ്യത്ത് അവരുടെ നിയമങ്ങളും കാര്യങ്ങളും, സ്ത്രീ പർദ്ദയിടുന്നുണ്ടോ ഇതാണോ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവരെല്ലാം വലിയ പ്രശ്നമായിട്ട് പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യം ആണവരാഷ്ട്രമാകുന്നു.
അപ്പം അതിനു മുമ്പ് എന്നോ ആണവരാഷ്ട്രമായിട്ടുള്ള ഒരു രാജ്യം തൊട്ടടുത്ത് കിടപ്പുണ്ട്, പാകിസ്ഥാൻ. അതെ. അത് ഇവന്മാർക്കൊന്നും പ്രശ്നമല്ല. പിന്നെ ഇറാന് ശത്രുതയുള്ളവരോടാ, യഥാർത്ഥത്തിൽ അങ്ങ് ദൂരെ കിടക്കണ അമേരിക്കയോടോ ഒന്നുമല്ല. ഈ ഷിയാ സുന്നി തർക്കമൊരു തർക്കമുണ്ട്. ബേസിക്കലി ആ തർക്കമാണ് ഇവരുടെ അടിസ്ഥാന ശത്രുത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൗദി ഉൾപ്പെടെയുള്ള സുന്നി രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കളി നടക്കുന്നത്. അതിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന് അവരുടെ വംശീയത, പണ്ടേയുള്ള സംഘർഷം, ഷിയാ സുന്നി തർക്കം. രണ്ട്, ഇറാൻ്റെ കയ്യിൽ എണ്ണയുണ്ട്. ഇറാനും റഷ്യയും വെനസ്വേലയും എണ്ണ കച്ചവടം ചെയ്യുമ്പോൾ ഈ ഗൾഫിലെ ഇങ്ങനത്തെ ഒരു അച്ചുതണ്ടുണ്ടല്ലോ എണ്ണയുടെ, അവർക്ക് എണ്ണയുടെ വില കൂട്ടാൻ പറ്റില്ല, പെട്രോളിയത്തിൻ്റെ വില കൂട്ടാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ശരിയാണ്, നമുക്ക് പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നുന്നു ഒരു 5 രൂപയായിരിക്കും പെട്രോളിന് വില. പിന്നെ കൂടി ഒരു 25 രൂപയായി. ഞാൻ PhD ഒക്കെ ചെയ്യുന്ന കാലത്ത് ഒരു 35 രൂപയുണ്ട്. പോസ്റ്റ് ഡോക്ക് ചെയ്യാൻ വിദേശ പോയ സമയത്ത് ഒരു ഘട്ടത്തിൽ 54 രൂപ ഉണ്ടായിരുന്നു. പിന്നെ 45 രൂപയ്ക്ക് താന്നു. കൊറിയയിൽ ജോലി ചെയ്യുമ്പോൾ 54 രൂപയുണ്ട്. US വർക്ക് ചെയ്യുന്ന സമയത്ത് 45 രൂപയാണ്. പിന്നെ പതിയെ കൂടി 60, 70 അങ്ങനെ കൂടി 105-ലെത്തി. അപ്പം ഇത് പിന്നെയും കൂടുന്നൊരു ഘട്ടം വരുമായിരുന്നു. ഈ ഹമാസിൻ്റെ അറ്റാക്കൊക്കെ ഉണ്ടായ സമയം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പും പതിയെ ഇത് വില കൂട്ടാൻ ശ്രമിക്കുകയായിരുന്നു. ഈ വില കൂടൽ മാറി എന്ന് എന്താണെന്ന് വെച്ചാൽ, റഷ്യയിൽ നിന്ന് പെട്രോളിയം വെളിയിലേക്ക് വരാൻ തുടങ്ങി. റഷ്യ പെട്രോളിയം വിൽക്കുന്നു. റഷ്യയ്ക്ക് വലിയ പെട്രോളിയം ശേഖരമുണ്ട്. ഇന്ത്യ അവിടുന്ന് വാങ്ങുന്നത് വർദ്ധിപ്പിക്കാനും ആരംഭിച്ചു. ഇല്ലായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ 4-5 വർഷത്തിനകത്ത് ഈ ലോകത്തുണ്ടായ പ്രശ്നങ്ങൾ കാരണം സത്യം പറഞ്ഞാൽ പെട്രോളിയം വില പിടിച്ചാൽ കിട്ടാത്തയിടത്ത് കൂടിപ്പോയനെ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി 200-300 രൂപയൊക്കെ 1 ലിറ്റർ പെട്രോളിന് കൊടുക്കേണ്ടി വന്നേനെ. അത് വരാതിരുന്നത്, ഒന്ന് നമ്മൾ ഇറാനിൽ നിന്ന് എടുക്കുന്നു. ഇറാന് നമുക്ക് പേ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ, അവന് ബാങ്കിങ് സിസ്റ്റത്തിൽ അവന് ഡോളർ പേ ചെയ്യാൻ പറ്റാത്തുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നു, ഇറാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് കൊടുക്കുന്നു. അരി വേണോ, ഗോതമ്പ് വേണോ, അതിന് വേണ്ടിയിട്ടൊക്കെയാണല്ലോ അവൻ പെട്രോളിയം പുറത്തേക്ക് വിൽക്കുന്നത്. നമ്മളിത് കൊടുക്കുന്നു. സത്യത്തിൽ ഇറാൻ ആവശ്യമുള്ളത് കൂടുതൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ട്രേഡ് സർപ്ലസ് ആണ് ഇന്ത്യയുടെ, അങ്ങനെ ഒരു ഡെഫിസിറ്റ് ഒന്നുമില്ല, അവൻ ഇങ്ങോട്ടേ ഉള്ളൂ. അപ്പം ധാരാളം, അതുകൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും പെട്രോൾ ഇനിയും നമുക്ക് ഇറാനിൽ നിന്ന് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു, വെനിസ്വേലയിൽ നിന്നും നമ്മൾ വാങ്ങുന്നുണ്ടായിരുന്നുമുണ്ട്. പിന്നെ വലിയ ഉപരോധം വന്നപ്പോഴാണ് പറ്റാണ്ടായത്. അപ്പോൾ ഇത്തരം നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ മെയിൻ സ്ട്രീം സൗദി, UAE, ബഹ്റൈൻ, ഖത്തർ, ഇവരൊക്കെ അല്ലാത്ത ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പം നമുക്ക് വില കുറയ്ക്കാൻ പറ്റും. ഇപ്പോഴും നമുക്ക് ഈ പ്രതിസന്ധി വന്നാലും റഷ്യയുടെ എണ്ണ വാങ്ങിക്കാൻ കഴിയില്ലേ? യഥാർത്ഥത്തിൽ അത് വാങ്ങാൻ പറ്റണം. അതില്ലെങ്കിലാണ് പ്രശ്നം വരുന്നത്. ഇപ്പം വ്ളാഡിവോസ്റ്റോക്ക് പോലുള്ള സിറ്റിയിൽ നിന്ന് കൊണ്ടുവരാം. നമ്മളിപ്പം ഷാഡോ ഫ്ലീറ്റ് വഴി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പക്ഷേ നാളെ അമേരിക്ക ചെയ്യാൻ ശ്രമിക്കാൻ പോകുന്നത് അതിനെ തടുക്കുക എന്നുള്ളതായിരിക്കും. കാരണം ഇപ്പോൾ അമേരിക്ക ഹോർമൂസിൽ പ്രശ്നം വന്നോട്ടെ എന്നാണ് അമേരിക്ക ചിന്തിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഈ തീരുമാനം എടുക്കും. ഹോർമൂസ് അടഞ്ഞു പോകുന്ന അമേരിക്ക അറിയാത്തതാണ്. അവൻ ഞങ്ങളുടെ എണ്ണയുണ്ട്, അമേരിക്ക സ്വന്തം എണ്ണയുണ്ടല്ലോ, ഷെയിൽ ഓയിലുണ്ട്, ദെൻ വെനിസ്വേലയുടെ ഓയിലുണ്ട്, നിങ്ങൾ ഇത് വാങ്ങിച്ചോ എന്ന് മറ്റുള്ളവരോട് പറയും. ഇതിൻ്റെ തന്ത്രം മനസ്സിലായി. ഇത് ഒരേ അർത്ഥത്തിൽ വയറ്റത്തടിച്ചേക്കണ ആർക്കിട്ടാ, അമേരിക്കയുടെ ഒപ്പം ഇത്രയും നാൾ വിശ്വസിച്ച് കൂടുന്ന ഗൾഫ് രാജ്യങ്ങളിലെ വയറ്റത്തടിച്ചേക്കണേ. അവർക്ക് പണിയായി. ഇനി ഈ യുദ്ധം തീരണം, അവൻ്റെ കച്ചവടം നടക്കണമെങ്കിൽ അവിടെ പ്രതിസന്ധി ഉണ്ടാവില്ലേ? എത്ര ലക്ഷം മലയാളികൾക്ക് തൊഴിൽ പോകാൻ സാധ്യതയുണ്ടെന്നറിയും ഇങ്ങനെ പോയാൽ. കാരണം അവിടെ സാമ്പത്തിക സ്ഥിരത വന്ന് എന്ത് ചെയ്യും, അവർ കമ്പനികൾ കൂട്ടിപ്പോയില്ലേ? ഗൾഫ് രാജ്യങ്ങൾ നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ഇറാന് നിലനിൽക്കേണ്ട ആവശ്യമാണ്. രാഷ്ട്രീയമായിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. നമുക്ക് അവരുമായിട്ട് അനേകം തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഗൾഫ് രാജ്യം മാത്രമുള്ളെങ്കിലും അവൻ നാളെ പെട്രോളിന് വില കൂട്ടും. അപ്പോൾ ഇറാനും റഷ്യയും നമ്മുടെ ഒപ്പം ഉള്ളതുകൊണ്ടും കൂടിയാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇറാനെ ബേസിക്കലി ഇങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് എണ്ണയെടുത്തും അവർക്ക് പല സാധനവും തിരിച്ചു കൊടുത്തുമൊക്കെ സഹായിച്ച് നിലനിർത്തിയിരുന്നത് ഇന്ത്യ, ചൈന, അതുപോലെ ജപ്പാൻ, കൊറിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ്. സൈനികമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യം, ഇതൊരു പ്രത്യേകം ബാലൻസിലും ഇക്വേഷനിലും ഈ ലോകം അങ്ങ് മുന്നോട്ട് പോകേണ്ടതാണ്. ഇറാനിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അത് ഇറാൻ്റെ അകത്തെ കാര്യമാണ്. ഇറാൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇന്ത്യ ഇടപെടാറില്ല. ഇറാനിൽ എന്ത് സംഭവിക്കുന്നു, രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടോ, അവിടെ പർദ്ദ അനുവദിച്ചോ ഇല്ലയോ, ഇതൊന്നും ഇന്ത്യ ഗവൺമെൻറ് ഒന്ന് നോക്കൂ, എന്താ പറയുന്നത്, ഒന്നും ചെയ്യാറില്ല. ഇവിടുത്തെ മനുഷ്യാവകാശ സംഘടന പോലും അവിടുത്തെ കാര്യത്തിലൊന്നും വിടാറില്ല. വേറെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യമാണ്. സൗദിയിൽ ഈയിടെ പർദ്ദയ്ക്കൊക്കെ ഇളവ് കൊടുത്തു. നമ്മൾ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യാനൊന്നും പോയില്ല. ഒരിടത്ത് നടക്കിനെ എതിർക്കാനും പോകുന്നില്ല, വേറെടുത്ത് നടക്കാൻ സ്വാഗതം ചെയ്യാനും പോകുന്നില്ല. നമ്മൾ ന്യൂട്രലാണ്. ഇനി ആഫ്രിക്കക്കാർ തുണി എടുക്കാണ്ട് നടക്കണം, നമുക്ക് എന്നാ കുഴപ്പം? പിന്നെ അവിടെ പറഞ്ഞിട്ടാണ് നമുക്ക് കുഴപ്പമുണ്ട്. ഇത്ര ഇതിന് ചിന്തിക്കാനുള്ളൂ. പണ്ട് ഇവിടെ മനുഷ്യൻ തുണി എടുക്കാണ്ട് കിടക്കണവരോ ഇല്ല മാറു മറയ്ക്കാണ്ട് കിടക്കണവരൊക്കെ ഉണ്ടായിരുന്നു. ഈ രീതിയൊക്കെ ആഫ്രിക്കയിലൊക്കെ കാണും. നമ്മൾ അവിടെ ചെന്ന് നിങ്ങൾ അപരിഷ്കൃതരാണ്, കാടന്മാരാണ്, നിങ്ങൾ നന്നാവൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകാറുണ്ട്. അങ്ങനെ ചെല്ലുന്ന കുറേ പേരുണ്ട്. അത് മതമാറ്റക്കൂട്ടങ്ങളാണ്.
മിഷണറിമാർ അപരിഷ്കൃതത്വം മാറ്റാൻ വേണ്ടി ചെന്ന് അവൻ്റെ ലാൻഡും പിടിച്ചെടുത്ത് അവനെ വഴിയാതാരാക്കി ആകെ കഴുത്തിൽ കൊന്തയിട്ട് കൊടുക്കും. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സംഭവം വളരെ പ്രശ്നമാണ്. ഇത് മാത്രമല്ല, ഇറാനെ അടിച്ചാൽ ഇറാൻ തിരിച്ചടിക്കുന്നുള്ള ഉറപ്പായിരുന്നു. മുമ്പ് നമ്മൾ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്, പല ലേഖനങ്ങളിൽ ഞാനും പരാമർശിച്ചിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുമുണ്ട്. ഇറാൻ തിരിച്ചടി തുടങ്ങി. സൗദി അറാംകോ അവരുടെ റിഫൈനറി കത്തുകയാണെന്ന്. അറാംകോ ഇപ്പോൾ കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എണ്ണ അടഞ്ഞു എന്നല്ലേ? എക്സാക്ട്ലി. സൗദി ഉൽപ്പാദിപ്പിക്കുന്ന സൗദിയുടെ സ്വന്തം കമ്പനിയാണല്ലോ ഇത്. അവരുടെ ഏറ്റവും വലിയ എണ്ണ കമ്പനിക്കാണ് അടി കിട്ടിയേക്കുന്നത്. സൗദിയിലും അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലുള്ള റിഫൈനറികളിൽ ഒരു 10 എണ്ണത്തിൽ മിസൈലൊന്നും വേണ്ട, ഡ്രോൺ വീടാൻ മതി, എന്തായാലും തീ പിടിക്കും, കത്തും. പണ്ട് ഓർമ്മയുണ്ടോയെന്നറിയില്ല, പ്രിയന് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, ഈ എണ്ണ കമ്പനിക്ക് തീ പിടിക്കുന്ന സംഭവം നമ്മുടെ കൊച്ചിയിലുണ്ടായിട്ടുണ്ട്. അങ്ങനെയുണ്ട്. തൃപ്പൂണിത്തുറയ്ക്കടുത്ത് അമ്പലമുകൾ, അവിടെയാണല്ലോ റിഫൈനറി, അവിടെ തീപിടുത്തം ഉണ്ടായി. അന്നത്തെ കാലത്ത് ഞാൻ ജീവിക്കുന്നത് കൂത്താട്ടുകുളത്തിനടുത്ത് കാക്കൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. ഒരു 10-40 കിലോമീറ്റർ ദൂരമുണ്ട്. രാത്രിയിൽ ഈ ഫ്ലെയിമിൻ്റെ ഒരു വെളിച്ചം അങ്ങ് വരെ കാണായിരുന്നു. ഇച്ചിരി പൊക്കമുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ വല്ലതും കയറി നോക്കിയാൽ മതി. എണ്ണക്കിണർ തീ പിടിച്ചത് കുറേ നാളെടുത്താണ് പ്രതിസന്ധി അവസാനിപ്പിച്ചത്. അന്നത്തെ പ്രധാന ന്യൂസ് അല്ല അതായിരുന്നു. ശരിയാ, അന്ന് അഖിലേന്ത്യാ തലത്തിൽ ഒരു എണ്ണക്കിണർ തീ പിടിച്ചുള്ളൂ. അത് തന്നെ എന്ത് വലിയ ആശങ്കയും പ്രതിസന്ധിയും വാർത്തകളൊക്കെ ഉണ്ടാക്കിയെന്നറിയും. അപ്പോൾ ഈ എണ്ണ കമ്പനികൾ നിരന്ന് കിടക്കുന്ന ഗൾഫിൽ ഇതുപോലെ ഉണ്ടായി എന്ത് പറ്റും? ഇത് ഭീതിതമാണ്. നമുക്ക് പിന്നെ യുദ്ധം കണ്ട് ആനന്ദിക്കുന്നവരുണ്ടാവും. എനിക്കത് പറ്റുന്നില്ല. കാരണം എനിക്കറിയുന്ന എത്രയോ പേര് ഗൾഫിൽ ജോലി ചെയ്യുന്നു. എൻ്റെ സുഹൃത്തുക്കളില്ലേ, എൻ്റെ ബന്ധുക്കളില്ലേ, ഇവരുടെയൊക്കെ ഒരു 2-3 മാസം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭാവി എന്താണ്? ഈ യുദ്ധം നീണ്ടുപോകാൻ പാടില്ല. ഇത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അമേരിക്ക എന്തുദ്ദേശത്തിലാണ്? ചില കണക്കൂട്ടൽ വെച്ച് പറയണു, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ചെയ്ത പോലെ 2-3 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാനായിരിക്കും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അവസാനിക്കേണ്ട സമയം കഴിഞ്ഞു. ഇത് അവസാനിക്കില്ല. ഇത് അവസാനിക്കണമെങ്കിൽ ഇറാൻ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ട് അമേരിക്ക പിൻവാങ്ങണം. രണ്ടിലൊന്ന് സംഭവിക്കണം. ഇത് രണ്ടിലൊന്ന് സംഭവിച്ചില്ലെങ്കിൽ ഇത് അവസാനിക്കില്ല. ഇത് പുകഞ്ഞും പൊട്ടിയും ഇങ്ങനെ കിടക്കും. അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗൾഫ് അവസാനിക്കും എന്നുള്ളതാണ്. ഗൾഫ് അവസാനിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? ഈ കേരളം നിലനിൽക്കുന്നതിന് വലിയൊരു ശതമാനം ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ശതമാനം സാമ്പത്തികം ഈ ഗൾഫിൽ നിന്നാണ്. നമ്മളത് കാണണ്ടേ? അമേരിക്കയിലോ യൂറോപ്പിലോ മാത്രം പോയി ജോലി ചെയ്യുന്ന കുറേ പേരോ ഇവിടുന്ന് കയറ്റിയിരിക്കുന്ന റബ്ബറിൻ്റെ ഇത് വെച്ചിട്ടോ അല്ലെങ്കിൽ കുറേ IT കമ്പനികൾ മാത്രം വെച്ചിട്ടല്ല നിലനിൽക്കുന്നത്. ശരിയാണ്, വൈറ്റ് കോളർ കുറേ പേര് ജോലി IT കമ്പനിയിലുണ്ട്. പക്ഷേ അവരുടെ എല്ലാം വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരാൾ വെച്ച് ഗൾഫിലുണ്ടാവും. ഇവർക്ക് തൊഴിലില്ലാണ്ടാക്കാൻ പറ്റുമോ? തൊഴിലുണ്ടാവണം, ഗൾഫ് നിലനിൽക്കണം. ഗൾഫ് രാജ്യങ്ങൾ മിക്ക തന്നെ നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളും കൂടി. കേരളത്തിലെ ഭൂമിയുടെ വില ആദ്യം ഇടിയും, ഭൂമിയുടെ വില ഇടിയും, റിയൽ എസ്റ്റേറ്റ് ഒക്കെ തകർന്നടി, കുടുംബങ്ങൾ പോലും തകരും. അങ്ങനെ കുഴപ്പമുണ്ട്. എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് എത്രയോ പേർക്ക് ലോണുണ്ട്. ഇപ്പം ഗൾഫിൽ ജോലി ചെയ്യുന്നു, നാട്ടിൽ ലോൺ എടുത്ത് വീട് വെച്ച ആൾക്കാരില്ലേ, ഈ ലോണിൻ്റെ അടവില്ലേ, നാളെ ജപ്തിയാവില്ലേ? എത്രയോ കുഴപ്പമുണ്ട്. വെറും നമ്മളൊരു വില കൂടിയോ കുറഞ്ഞോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ, കുട്ടികളുടെ സ്കൂള് ഫീസ്, ഇങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ കിടക്കുക. ഇതിനെല്ലാം ഇപ്പോൾ യുദ്ധം അവിടെ ഉണ്ടാവുന്നത്. യുദ്ധം കണ്ട് ഇസ്രായേൽ ഇറാനെ അടിച്ചു, ഖമനിയെ കൊന്നു, ഇവിടെ കുറച്ച് ഒരു ആനന്ദിക്കുന്നുണ്ട്. ഈ ആനന്ദത്തിൻ്റെയൊക്കെ ബാക്കി ഈ സമയത്ത് യുദ്ധം തീർന്നില്ല എങ്കിൽ ശരി, കൃത്യം 3 ദിവസം ഒരാഴ്ച കൊണ്ട് യുദ്ധം അവസാനിച്ചാൽ അമേരിക്കയെ അഭിനന്ദിക്കാം, ഇസ്രായേലിനെ അഭിനന്ദിക്കാം. അവർ ഒരു പ്രശ്നമായിട്ട് കണ്ടതിനെ അവർ അവസാനിപ്പിച്ച് അവിടെ കൊണ്ട് നിർത്തിയെന്ന് വയ്ക്കാം. കുറേ കൊലപാതകങ്ങളോ അക്രമങ്ങളോ ഉണ്ടായിരിക്കട്ടെ. പക്ഷേ അങ്ങനെ അവസാനിക്കുന്ന ഒന്നല്ല എങ്കിൽ എന്ത് ചെയ്യും? അവസാനം ഇവർ ആണവായുധം ഇടാൻ പോകണം എങ്കിൽ ലോകത്ത് ഏറ്റവും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയായിരിക്കും. ഈ യുദ്ധം അവസാനിക്കണ്ട എന്നായിരിക്കും ചിലപ്പോൾ അമേരിക്ക വെച്ചേക്കുന്നത്. അത് ഇപ്പോഴും തീർന്നിട്ടില്ല. അതെ. പിന്നെ അമേരിക്കയ്ക്ക് പറ്റിയ അബദ്ധമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് യുദ്ധം ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് സത്യത്തിൽ ആയുധ കമ്പനികൾക്ക് പണം കൊടുക്കുന്നതിനെതിരാണ് ട്രംപ്. അയാളിപ്പോൾ ഇതിലേക്ക് പോകേണ്ടി വന്നത് ആയുധ കമ്പനികളുടെ സമ്മർദ്ദം കൊണ്ടല്ല, ആയുധ കമ്പനികൾ വേറെ തന്ത്രം കൊണ്ടായിരിക്കും. അതായത് ട്രംപിനെ ഒരു നല്ലൊരു തിരിച്ചടി അമേരിക്ക ഇപ്പോൾ കിട്ടി. താരിഫ് കേസ് തോറ്റുപോയി സുപ്രീം കോടതിയിൽ. അത് നമ്മുടെ പുതിയ മലയാളത്തിലെ പ്രയോഗകരണം എടുത്താൽ തേഞ്ഞു എന്ന് വേണം പറയാം. ട്രംപിൻ്റെ അവസ്ഥയാണ്, ഭംഗിയായിട്ട് തേഞ്ഞു. ഈ ഈഗോ എന്നൊരു സാധനം കണ്ടുപിടിച്ചത് ഈ അച്ചായനാണ്, ഈ ട്രംപ്. പുള്ളിയാണ് അതിൻ്റെ സ്പെല്ലിങ് വരെ എഴുതിയുണ്ടാക്കിയത്. ആ മനുഷ്യന് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ അയാൾക്ക് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ, ലോകത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കണം. കാരണം ലോകരാജാവായിട്ടാണല്ലോ ഇപ്പോൾ പിടിച്ചേക്കണത്. എന്ത് വേണം? യുദ്ധം വേണം. യുദ്ധം ഉണ്ടായിട്ട് ഒരു വലിയൊരു പ്രശ്നം അവസാനിപ്പിക്കണം. ഞാൻ ആ മുള്ളെടുത്ത് മാറ്റി എന്ന് പറയണം. ഇതെടുത്ത് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ എന്താവും?
ട്രംപ് ശരിക്കും അബദ്ധത്തിൽപ്പെട്ടില്ലേ? ഒന്നുകിൽ ഇത് നിതാന്തമായിട്ട് മുന്നോട്ട് പോവുക, ഗൾഫ് അവിടെ ഒതുങ്ങി കിടക്കുക, അമേരിക്ക വേറെ ഭാഗത്ത് പെട്രോളിയം വിൽപ്പന നടത്തിക്കോളും. വെനസ്വേലയും വെനസ്വേലയുടെ പെട്രോളിയം എടുത്തു കഴിഞ്ഞപ്പോഴാണല്ലോ ഈ നീക്കം വന്നത്. അതെ, അതും ഒരു നീക്കമാണ്. അല്ലെങ്കിൽ ഇത് വമ്പൻ അബദ്ധമാണ്, തോറ്റോടേണ്ടി വരും. അത് തീരുമാനമെടുത്ത് തെറ്റായിപ്പോയതാണ്. വിയറ്റ്നാമിൽ സംഭവിച്ച പോലെ ഓടേണ്ടി വരും, അഫ്ഗാനിൽ സംഭവിച്ച പോലെ. അങ്ങനെ വന്നാൽ അതായത് ഇത് വലിയ പ്രശ്നമാണ്. അമേരിക്ക പോലും സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കാം. സാമ്പത്തിക അസ്ഥിരത എപ്പോൾ അമേരിക്ക ബാധിക്കുന്നോ അന്ന് ഈ യുദ്ധം നിർത്തേണ്ടി വരും. അത് തോറ്റോടലായിരിക്കും. അഫ്ഗാനിൽ ഏതാണ്ട് 10-20 കൊല്ലം. പിന്നെ അഫ്ഗാൻ ഒരു എണ്ണ രാഷ്ട്രമൊന്നും അല്ലാത്തതുകൊണ്ട് ഇതൊന്നും പ്രശ്നമല്ല. കുറേ കാടും വലയും ഗോത്രവർഗ്ഗക്കാരും മാത്രം. അവിടെ എന്ത് സംഭവിച്ചാലും അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് നിത്യേന കാബൂളിൽ നിന്ന് അമേരിക്കയിലേക്കൊരു ഫ്ലൈറ്റ് പോകും, അതിൽ കുറേ ശവപ്പെട്ടി ഉണ്ടാകും. ഇതാ സംഭവിച്ചുകൊണ്ടിരുന്നത്. കുറേ അധികം എണ്ണം ചത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ട്രംപ് പിന്നെ ഒരു ബിസിനസ്സുകാരനാണ്. അയാൾ ലാസ്റ്റ് അമേരിക്കക്കാരുടെ ആ പ്രശ്നം തുറന്നു പറഞ്ഞു, ഇവർ പോയി മരിക്കേണ്ട കാര്യമില്ല. ഈ മരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അഫ്ഗാൻ യുദ്ധം അവസാനിപ്പിച്ച ട്രംപാണ്. ഇന്നിപ്പോൾ എത്ര അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെടുന്ന അറിയോ? 3 പേരെ കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗികമായിട്ട് വന്നപ്പോൾ ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കൂടുതലുണ്ടാവാമെന്ന്. ഒരു ഡിസ്ട്രോയർ തകർക്കപ്പെട്ടെന്ന് പറയുന്നുണ്ട്, എങ്കിൽ മരണം വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇസ്രായേലിൽ ആക്രമണം നടന്നിരിക്കുന്നു. ഒരു സിനഗോഗ് അങ്ങനെ തന്നെ നടന്നിട്ടുണ്ട്. ഇസ്രായേൽ പലയിടത്തും ഇറാൻ്റെ മിസൈൽസ് വീഴുന്നുണ്ട്. അവർ റഡാറിനെ വളരെ സിമ്പിളായിട്ട് ഇത് വെച്ചാണ് അടിച്ചു കളഞ്ഞേക്കണേ, ഒരു ഡ്രോൺ വെച്ചിട്ട്. പിന്നെ അതൊക്കെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ സൈനിക സംവിധാനത്തിൽ അടി കിട്ടുന്നുള്ളത് നമുക്ക് സമാധാനമുണ്ട്. പക്ഷേ ഈ റിഫൈനറികൾ ആക്രമിക്കപ്പെടുമ്പോൾ സംഭവം മാറി. ഈ അവിടുത്തെ റിഫൈനറി കാരണമാണല്ലോ നമ്മളും വണ്ടി ഓടിച്ച് യാത്ര ചെയ്തൊക്കെ പോകുന്നത്. അല്ലാണ്ട് പണ്ടത്തെ കാലത്തെ പോലെ നടക്കാനും കാളവണ്ടി കയറാനും പറ്റുമോ? എന്തായാലും പല്ലക്കേരെ ആളെ ചുമപ്പിക്കാനുള്ള സാമ്പത്തികം നമുക്കില്ലയെന്ന് വയ്ക്കാം. അതുകൊണ്ട് അതൊന്നും നടക്കത്തില്ലല്ലോ. നമുക്ക് ഈ വണ്ടി കയറി തന്നെ വേണ്ട പോകാൻ. ഇത് ഒരു ഘട്ടം കഴിഞ്ഞ് എന്ത് ചെയ്യും? ഇവിടെ വിലക്കൂടുതലുണ്ടാവില്ലേ? ഇന്ത്യ പണപ്പെരുപ്പ് നിയന്ത്രിതമായിരുന്നു കുറേ വർഷങ്ങളായിട്ട്. നമ്മൾ എത്രയോ കെയർഫുള്ളായിട്ട് സാമ്പത്തിക സേവ ഇവിടെ നിയന്ത്രിച്ചാൽ മുന്നോട്ട് പോകണം. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ 6 വരിപ്പാത എല്ലാം വന്നിട്ടുള്ളത് നമ്മൾ ഈ പെട്രോളിയം വില കൂടാതെ ഈ റഷ്യയിൽ നിന്ന് പെട്രോളിയം എടുത്തും അതിൻ്റെ ഒരു ലാഭം ഗവൺമെൻറ് ഉപയോഗിച്ചും ഒക്കെ തന്നെയാണ്. എല്ലാം തകിടം പറയേണ്ട സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ യുദ്ധം മാത്രം മതി. ഇത് നമ്മളെ ഇങ്ങനെ ബാധിക്കുമ്പോൾ ലോകത്ത് ഇന്ന് ഇന്ത്യ ലോകത്ത് 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. 4ാമത്തെ സാമ്പത്തിക ശക്തി ചിലപ്പോൾ നാളെ പണപ്പെരുപ്പത്തെയും സാമ്പത്തിക സ്ഥിരതയും ഭയപ്പെടേണ്ടി വരുമെങ്കിൽ ലോകത്ത് ഇതിനേക്കാൾ താഴ്ന്നു നിൽക്കുന്ന എത്രയോ രാജ്യങ്ങൾ എന്തൊക്കെയായിരിക്കും കുഴപ്പമുണ്ടാവണേ? അസ്ഥിരതകളും കലാപങ്ങളും കുഴപ്പങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും പണപ്പെരുപ്പവും പട്ടിണിയും ഓരോന്നും ഓരോ രാജ്യത്ത് ഓരോ തരത്തിൽ ബാധിക്കും. ഇതാണ് ഈ ലോകത്തുണ്ടാകുന്നത്. ഈ യുദ്ധം ആന മണ്ടത്തരമാണ്. അമേരിക്ക ഇസ്രായേലും കൂടെ കാട്ടിക്കൂട്ടിയേക്കണ ആന മണ്ടത്തരമാണ് ഈ യുദ്ധം. അവരാരെ കൊന്നെന്ന് പറഞ്ഞാലും ഈ ലോകത്ത് എന്ത് മാറ്റാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഇത് ആന മണ്ടത്തരമാണ്. ഇനി നമ്മുടെ മുന്നിൽ വേറെ ഉദാഹരണം നിൽപ്പുണ്ട്. പണ്ട് ഇറാഖിനെ അറ്റാക്ക് ചെയ്തു. സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ വിനാശകാരിയായ രാസായുധങ്ങളുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. ഇത് കുക്ക് ചെയ്ത റിപ്പോർട്ടായിരുന്നു. അമേരിക്ക കപടമായിട്ട് റിപ്പോർട്ടുണ്ടാക്കി. ഇങ്ങനെ ഉണ്ട്, ലോകത്ത് കുറേ പേര് ധരിപ്പിച്ചു. എല്ലാം കഴിഞ്ഞ് എവിടെയാണ് അവസാനം? സോഡിയം ക്ലോറൈഡ് കിട്ടി കാണും, രാസം, വല്ല ഉപ്പ് മനുഷ്യൻ കഴിക്കാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഇറാഖിലൊന്നും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഒരു രാജ്യത്തെ നശിപ്പിച്ചു കംപ്ലീറ്റായിട്ട്. നാളെ ഇറാൻ്റെ കയ്യിൽ ഈ വിനാശകാരിയ ആണായുധമൊന്നും ഇല്ല എന്ന് കണ്ടാൽ എന്തായിരിക്കും? നാളെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവില്ലേ? ഇത് തീർച്ചയായിട്ടും സംശയിക്കണം. അമേരിക്ക റിപ്പോർട്ടുണ്ടാക്കുന്നു, അമേരിക്ക ലോകത്തോട് പറയുന്നത് അവൻ്റെ കുഴപ്പമാണ്, അമേരിക്ക യുദ്ധത്തിന് വരുന്നു. ഇതിന് അവൻ എന്താണ് അവകാശം? നാളെ ഇന്ത്യയുടെ നേരെ വരാൻ വരെ 4ാമത്തെ സാമ്പത്തിക ശക്തി ക്രിസ്ത്യൻ അല്ലാത്തൊരു സമൂഹം, ഒരു ഭൂരിപക്ഷ സമൂഹം. അമേരിക്കയ്ക്ക് ഭൂരിപക്ഷം അതൊക്കെ ധാരാളം മതി. ഇന്ന് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് നേരെ ഇത് വരാമെങ്കിൽ നാളെ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രത്തിന് നേരെ വരാം. ഇവിടെയും കുഴപ്പമുണ്ടാക്കാം. അമേരിക്കയുടെ ശത്രുവായിട്ടുള്ള റഷ്യയുടെ ഒപ്പമാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഇത് ചെയ്യാമെങ്കിൽ ഒന്നുകൂടെ. ഇത് ചരിത്രത്തിൽ പലവണ്ണം ഉണ്ടായിട്ടില്ലേ? ബ്രിട്ടീഷുകാർ ഇവിടെ ആക്രമിച്ചു വന്ന കാലത്ത് ഓരോരോ ആരോപണങ്ങളുണ്ടാക്കി എത്ര രാജാക്കന്മാരെ കൊന്നുകളഞ്ഞു, അധികാരത്തിൽ ഇറക്കി വിട്ടു. പഴശ്ശിരാജയെ അന്ന് ബ്രിട്ടൻ കൊന്നതിന് എന്താ ന്യായീകരണമുള്ളത്? പഴശ്ശിരാജയുടെ ഭാഗത്തില്ലേ ന്യായീകരണമുള്ളൂ? പുറമേ നിന്ന് വേലുത്തമ്പി തിളയുടെ ഭാഗത്തില്ലേ ന്യായീകരണം ഉണ്ടായിരുന്നുള്ളൂ? ഇവർക്കെതിരെ പട നീച്ച ആൾക്കാരുടെ അവരവരുടെ നിയമങ്ങൾ എഴുതിയുണ്ടാക്കി. കോൺട്രാക്റ്റ് ഉണ്ടാക്കണ അവരാണ്. അവരത് ഒക്കെ ആദ്യമായിട്ടാണ് ഇത്തരം നിയമാവലികൾ കാണുന്നത്. അതെന്താന്ന് പോലും മനസ്സിലാക്കാണ്ട് നമ്മുടെ ആൾക്കാർ ഒപ്പുവെച്ച് കാണും. എന്നിട്ട് അതിൽ പറഞ്ഞേക്കണൊക്കെ കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കുന്നു, കൊള്ളയടിക്കുന്നു. ഈ നാട്ടിൽ അവരിഷ്ടം പോലെ ഓരോരോ ടാക്സുകളൊന്ന് കൊണ്ടുവരുന്നു. ഈ ടാക്സ് പേ ചെയ്യാൻ കാലാവസ്ഥാ പ്രശ്നം കൊണ്ടോ യുദ്ധം കൊണ്ടോ ഒക്കെ ടാക്സ് മനുഷ്യന് പേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുത്തിപ്പിടിച്ച് വാങ്ങുകയാണ്. ബംഗാൾ ഫമൈനൊരു സാധനമുണ്ട്. ബംഗാളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു പോയത്. കലവറകളിൽ ധാന്യം നിറഞ്ഞു കിടക്കുമ്പോൾ വെളിയിൽ മനുഷ്യൻ പട്ടിണി നടന്ന് മരിച്ചു. ഈ പണ്ടത്തെ വീട്ടിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ
ആലോചിച്ച് നോക്കൂ, പണ്ട് നാട്ടിൽ ഓരോയിടത്തും ജന്മിത്വ സിസ്റ്റമാണ്, എന്നാൽ പോലും അതിനകത്ത് എല്ലാ ദിവസവും നാട്ടുകാർക്ക് പണിയില്ലല്ലോ. ഓരോ സീസണിലും പണിയെടുക്കുന്ന ദിവസം, പക്ഷേ എല്ലാ ദിവസവും അവർക്ക് അരി എത്തിക്കാനൊരു സംവിധാനമുണ്ട്. അവന് നെല്ല് കിട്ടും, അതുകൊണ്ടാണ് അത് ഫ്രീയാണ്. അത് പണിയെടുക്കാത്ത ദിവസം അവന് ഭക്ഷണം കഴിക്കണ്ടേ, അതവിടെ ഉണ്ടാകും. ഈ സിസ്റ്റമാണ് ഒരിക്കൽ ബ്രിട്ടീഷുകാർ അട്ടിമറിച്ചത്. ലക്ഷക്കണക്കിന് ബംഗാളികളാണ് പട്ടിണിയാണെന്ന് മരിച്ചു പോയത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായി 20-ാം നൂറ്റാണ്ടിലുണ്ടായത്, ബംഗാൾ ഫെമൈൻ. അപ്പം ഇതൊന്നും അവർക്കൊരു മനസാക്ഷിയില്ല, മനസ്സിലായി. മനസാക്ഷി കുത്തില്ലാതെ മനുഷ്യർ എത്ര വേണമെങ്കിലും പട്ടിണിയിലേക്കോ ദുരിതങ്ങളിലേക്കോ രോഗങ്ങളിലേക്കോ യുദ്ധങ്ങളിലേക്കോ തള്ളിവിടാൻ യാതൊരു മനസാക്ഷി കുത്തുമില്ലാത്ത ഒരു സമൂഹമാണ് പാശ്ചാത്യർ, വെള്ളക്കാരൻ. അവൻ വെളുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഉള്ളു കറുപ്പാണ്, ഇതേ കാണാനുള്ളൂ. പിന്നെ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങളുണ്ടായി, സമ്മതിച്ചു, അതൊരു നല്ല കാര്യമാണ്, നമ്മളും അവൻ്റെ പുറകെ ഉണ്ട്. അവിടുന്ന് ടെക്നോളജി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ട്, അതൊരു പരസ്പര ബഹുമാനത്തിൽ മുന്നോട്ട് പോകാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവൻ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ മുഴുവൻ മനുഷ്യത്വരഹിതമാണ്. മനുഷ്യരല്ല, അവർ പിശാചുക്കളാണ്, ഇത് മാത്രമേ തെളിയിക്കുന്നുള്ളൂ. ആ പിശാചുക്കൾ ലോകത്തെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു. മുമ്പും പലതവണ തള്ളിവിട്ടിട്ടുണ്ട്, വീണ്ടും തള്ളിവിടുന്നു. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനായിട്ട് ആണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ദയവായി ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിനകത്തേക്ക് പ്രവേശിച്ച് ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തുമ്പോൾ യഥാസമയത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഞങ്ങളുടെ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായമുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ആ അഭിപ്രായങ്ങൾ നിങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം.